ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്ന് രാജ്യത്തെ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതത്തിലെ സ്ത്രീ ശക്തിയെ അഭിനന്ദിച്ച് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രിയുടെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. നവകേരള സദസ്സിന്റെ ഭാഗമായി തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി സംവദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഭീഷ്ടവരദായിനിക്ക് ആത്മസമർപ്പണം. ആറ്റുകാലിൽ പൊങ്കാലയിട്ട് ഭക്തസഹസ്രങ്ങൾ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് മേഘാലയയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ സ്ത്രീശക്തി ഇന്ന് ഓരോ മേഖലയിലും പുരോഗതിയുടെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് സ്ത്രീശക്തി പിന്നോക്കം പോയ ഒരു മേഖലയും നമ്മുടെ രാജ്യത്തില്ല. ജൈവകൃഷി, ജലസംരക്ഷണം, ശുചിത്വം എന്നിവയിലെല്ലാം സ്ത്രീകൾ തങ്ങളുടെ നേതൃപാടവം തെളിയിച്ചതായും മൻ കി ബാത്തിന്റെ 110ാം ഭാഗത്തിൽ അദ്ദേഹം പറഞ്ഞു. कुछ ही दिन बाद 8 मार्च को हम महिला दिवस मनाएंगे. ये विशेष दिन देश की विकास यात्रा में नारी शक्ति के योगदान को नमन करने का अवसर होता है. महाकवि भरतियार जी ने कहा है कि विश्व तभी समृद्ध होगा जब महिलाओं को समान अवसर मिलेंगे. आज भारत की नारी शक्ति हर क्षेत्र में प्रगति की नई ऊंचाइयों को छू रही है. സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ ലഭിക്കുമ്പോൾ മാത്രമേ ലോകം അഭിവൃദ്ധി പ്രാപിക്കൂ എന്ന് മഹാകവി ഭാരതിയാർ പറഞ്ഞിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ വികസന യാത്രയിൽ സ്ത്രീശക്തിയുടെ സംഭാവനകളെ അഭിവാദ്യം ചെയ്യാനുള്ള അവസരമായി മാർച്ച് 8 വനിതാ ദിനം ആഘോഷിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജീവിതത്തിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ ജില്ലയിൽ മനുഷ്യരും കടുവകളും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഉത്തരാഖണ്ഡിലെ റൂർക്കിയിൽ കെൻ നദിയിലെ മുതലകളെ നിരീക്ഷിക്കാൻ സഹായിക്കുന്ന ഡ്രോൺ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. വന്യമൃഗ സംരക്ഷണത്തിനായുള്ള ഇത്തരം ശ്രമങ്ങളിലൂടെ രാജ്യത്തിന്റെ ജൈവ വൈവിധ്യം കൂടുതൽ സമ്പന്നമായിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आज हम सबके जीवन में टेक्नोलॉजी का महत्व बहुत बढ़ गया है. मोबाइल फोन, डिजिटल गैजेट्स हम सबकी जिंदगी का अहम हिस्सा बन गए हैं. लेकिन क्या आप कल्पना कर सकते हैं कि डिजिटल गैजेट्स की मदद से अब वन्य जीवों के साथ तालमेल बिठाने में भी मदद मिल रही है. कुछ दिन बाद 3 मार्च को विश्व वन्य जीव दिवस है. इस दिन को वन्य जीवों के संरक्षण के प्रति जागरूकता फैलाने के उद्देश्य से मनाया जाता है. इस वर्ष वर्ल्ड वाइल्ड लाइफ डे की थीम में डिजिटल इनोवेशन को सर्वोपरि रखा गया है. आपको ये जानकर खुशी होगी कि हमारे देश के अलग अलग हिस्सों में वन्य जीवों के संरक्षण के लिए ടെക്നോളജി का खूब उपयोग हो रहा है. രാജ്യത്തെ യുവ സുഹൃത്തുക്കൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എത്രത്തോളം പങ്കെടുക്കുന്നുവോ അത്രത്തോളം രാജ്യത്തിന് ഗുണകരമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. യുവജനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുക മാത്രമല്ല, ചർച്ചകളെയും സംവാദങ്ങളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും വേണം. എന്റെ ആദ്യ വോട്ട് രാഷ്ട്രത്തിനായി എന്ന പ്രചാരണത്തിൽ കായിക, സിനിമാ വ്യവസായം, സാഹിത്യലോകം, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്നീ മേഖലകളിലെ പ്രഗത്ഭർ സജീവമായി പങ്കെടുക്കുകയും കന്നി വോട്ടർമാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സന്ദർഭം കണക്കിലെടുത്ത് അടുത്ത 3 മാസത്തേക്ക് മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യുന്നതല്ലെന്നും ശ്രീ മോദി അറിയിച്ചു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തയ്യാറാക്കിയ പരിപാടിയായിട്ടും രാഷ്ട്രീയ മര്യാദകൾ പാലിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. एक तरह से जनता का जनता के लिए जनता द्वारा तैयार होने वाला कार्यक्रम है. लेकिन फिर भी राजनीतिक मर्यादा का पालन करते हुए लोकसभा चुनाव के इन दिनों में अब अगले 3 महीने मन की बात का प्रसारण नहीं होगा. പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുന്നത് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് പറഞ്ഞ ശ്രീ നരേന്ദ്രമോദി പ്രകൃതി വന്യമൃഗ സംരക്ഷണത്തിലൂടെ ജീവിതമാർഗം കണ്ടെത്തുന്നവരെക്കുറിച്ചും പരിപാടിയിൽ വിശദീകരിച്ചു. ചെറുകിട കർഷകരെ ശാക്തീകരിക്കാനും സ്വയം പര്യാപ്തരാക്കാനും വിവിധ മേഖലകളിൽ വിജയിച്ച പ്രൊഫഷണലുകൾ പുതിയ രീതികൾ അവലംബിക്കുന്നത് സന്തോഷകരമാണ്. ഇവരുടെ സഹായത്തോടെ മൃഗസംരക്ഷണ മേഖലയിൽ സ്വാശ്രയത്വത്തിലേക്ക് നീങ്ങുകയാണ് ഗ്രാമവാസികളെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നതിനായി ജീവിതം മാറ്റിവെച്ചവരെയും ഭാഷാ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നവരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. രാവിലെ ദ്വാരക ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ പ്രധാനമന്ത്രി രാജ്യത്ത് ഇരുമ്പ് വടം കൊണ്ട് നിർമ്മിച്ച ഏറ്റവും ദൈർഘ്യമേറിയ പാലമായ സുദർശൻ സേതു
രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ബേഡ് ദ്വാരകയെയും ഓഖ നഗരത്തെയും ബന്ധിപ്പിക്കുന്നതാണ് അറബിക്കടലിലെ 2.32 കിലോമീറ്റർ നീളമുള്ള പാലം. വഡിനാറിലെ പൈപ്പ് ലൈൻ പദ്ധതിയും ഗുജറാത്തിലെ 3 റെയിൽ വൈദ്യുതീകരണ പദ്ധതികളും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. NH 927 ധോരാജി ജംകണ്ടോർണ കലവാട് ഭാഗത്തിന്റെ വീതി കൂട്ടൽ, ജാംനഗറിലെ റീജിയണൽ സയൻസ് സെന്റർ എന്നിവയ്ക്ക് അദ്ദേഹം തറക്കല്ലിടും. വൈകിട്ട് രാജ്കോട്ടിൽ നടക്കുന്ന ചടങ്ങിൽ 48,100 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. 2028-2029 സാമ്പത്തിക വർഷത്തോടെ 50,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി എന്ന ലക്ഷ്യം ഇന്ത്യ കൈവരിക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഒരു മാധ്യമ സ്ഥാപനം സംഘടിപ്പിച്ച പ്രതിരോധ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം വാർഷിക പ്രതിരോധ ഉൽപ്പാദനം 3 ലക്ഷം കോടി രൂപയായി വർദ്ധിക്കും. ആത്മനിർഭർ ഭാരത് നയത്തിന്റെ അനുസൃതമായി പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഒട്ടേറെ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ആഗോളതലത്തിൽ നിർണായകവും അർത്ഥവത്തായതുമായ വേദിയായി ക്വാഡ് മാറിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. 4 ഊർജ്ജസ്വലമായ ജനാധിപത്യ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ക്വാഡെന്ന് ശ്രീ ജയശങ്കർ ചൂണ്ടിക്കാട്ടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. അഭീഷ്ടവരദായിനിക്ക് ആത്മസമർപ്പണം നടത്തി ആറ്റുകാലിൽ പൊങ്കാലയിട്ട് ഭക്തസഹസ്രങ്ങൾ. രാവിലെ 10:30 ശ്രീകോവിലിൽ നിന്നും കൊളുത്തിയ ദീപത്തിൽ നിന്ന് പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമായത്. പിന്നാലെ ക്ഷേത്രത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിൽ പൊങ്കാലയിടുകയാണ് വിശ്വാസികൾ. ഉച്ചയ്ക്ക് 2:30 നിവേദ്യം അർപ്പിക്കുന്നതോടെ പൊങ്കാല ചടങ്ങുകൾ അവസാനിക്കും. കാലത്തിന്റെ പുരോഗതിയിൽ കലാ സാഹിത്യ സാംസ്കാരിക നായകന്മാർ നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരള സദസ്സിന്റെ ഭാഗമായി തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാംസ്കാരിക പ്രവർത്തകർക്ക് സ്വാർത്ഥ താൽപര്യങ്ങളില്ല. സാമൂഹിക നന്മയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ അവർ പറയുന്നതിൽ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങളുണ്ടെന്ന് ജനങ്ങൾ കരുതുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ ഇന്ന് കേരളം കളത്തിലിറങ്ങും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ. ക്വാർട്ടർ റൗണ്ടിലേക്ക് മുന്നേറാൻ കേരളത്തിന് ഇന്ന് ഇറ്റാനഗറിലെ UPA ഗോൾഡൻ സ്റ്റേഡിയത്തിൽ മേഘാലയക്കെതിരെ വിജയം അനിവാര്യമാണ്. തോൽവിയോ സമനിലയോ മുൻ ചാമ്പ്യന്മാരുടെ മുന്നോട്ടുള്ള വഴിയിൽ കരിനിഴൽ വീഴ്ത്തും. കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റുകളായ മേഘാലയാകട്ടെ 2 മത്സരങ്ങളും പരാജയപ്പെട്ടതോടെ ഇന്ന് ഒരു വിജയത്തിനായി 2ഉം കൽപ്പിച്ച് പൊരുതും. ആദ്യ മത്സരങ്ങളിൽ തോൽവിയായിരുന്നെങ്കിലും മികച്ച ഫുട്ബോൾ മേഘാലയൻ ടീം പുറത്തെടുത്തിരുന്നു. എന്ത് വില കൊടുത്തും മേഘാലയക്കെതിരെ ജയിക്കാൻ കേരളവും പ്രതിരോധിച്ച് മത്സരം പരിധിയിലാക്കാൻ മേഘാലയയും 2ഉം കൽപ്പിച്ച് പൊരുതുമെന്നുറപ്പ്. റാഞ്ചിയിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് 4ാം ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ 353 റൺസ് ലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 307 റൺസിന് പുറത്തായി. 3ാം ദിനം 28 റൺസ് നേടി കുൽദീപ് യാദവ് പുറത്തായപ്പോൾ ധ്രുവ് ജുറൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ തന്റെ കന്നി അർദ്ധ സെഞ്ചുറി നേടി. 90 റൺസ് എടുത്ത് പുറത്തായ ധ്രുവ് ജുറലാണ് ടോപ്പ് സ്കോറർ. ഇംഗ്ലണ്ടിനായി ഷൊയ്ബ് ബഷീർ 5 വിക്കറ്റ് വീഴ്ത്തി. 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇംഗ്ലണ്ടിന് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 103 റൺസിന്റെ ലീഡുണ്ട്. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ നിലവിൽ 2-1 മുമ്പിലാണ്. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് ഗുജറാത്ത് ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 ബംഗളൂരുവിലാണ് മത്സരം. പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തുമായ കുമാർ സാഹ്നി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ മുംബൈയിലായിരുന്നു അന്ത്യം. 1940 ഡിസംബർ 7 പാകിസ്ഥാനിലെ ലർക്കാനയിലാണ് ജനനം. വിഭജനത്തിനു ശേഷം കുടുംബസമേതം മുംബൈയിലേക്ക് താമസം മാറി. മായാദർപ്പൺ, ഖയാൽ ഗാഥ, തരംഗ്, ഖസ്ബ എന്നിവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. 1972 ഒരുക്കിയ മായാദർപ്പൺ മികച്ച ഹിന്ദി ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി. മിലൻ 2024 നാവിക അഭ്യാസത്തിന്റെ സമുദ്രഘട്ടത്തിന് ബംഗാൾ ഉൾക്കടലിൽ ഇന്നലെ തുടക്കമായി. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾക്കും അന്തർവാഹിനിക്കും വിമാനങ്ങൾക്കുമൊപ്പം സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്നുമുള്ള 15 കപ്പലുകളും 1 വിമാനവും സമുദ്രാഭ്യാസങ്ങളിൽ പങ്കാളികളായെന്ന് കിഴക്കൻ നാവിക കമാൻഡ് അറിയിച്ചു. ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്നയിൽ ചൈനയ്ക്കെതിരെ ടിബറ്റൻ പ്രതിഷേധം. 3 ടിബറ്റൻ ചെറുപ്പക്കാരാണ് ഇന്നലെ വിയന്നയിലെ ചൈനീസ് എംബസിക്ക് മുന്നിൽ പ്രതിഷേധിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്ന് രാജ്യത്തെ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാരതത്തിലെ സ്ത്രീ ശക്തിയെ അഭിനന്ദിച്ച് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രിയുടെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. നവകേരള സദസ്സിന്റെ ഭാഗമായി തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി സംവദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഭീഷ്ടവരദായിനിക്ക് ആത്മസമർപ്പണം. ആറ്റുകാലിൽ പൊങ്കാലയിട്ട് ഭക്തസഹസ്രങ്ങൾ. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം ഇന്ന് മേഘാലയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.